ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളത്തിലുള്ള 4ാമത്തെ പാഠത്തിൻ്റെ കുഞ്ഞെഴുത്താണ് കേട്ടോ. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? പിറന്നാൾ സമ്മാനം. ഇതിൽ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണ്? ഇവിടെ നോക്കിക്കേ മക്കള്, നടക്കുന്നവ എന്ന് പറഞ്ഞിട്ട് മഞ്ഞ കളറ് കൊടുത്തിട്ടുണ്ട് അല്ലേ. പറക്കുന്നവ എന്നുള്ളതിൻ്റെ നേരെ ചുവപ്പ് കളറുണ്ട്. ഇഴയുന്നവ എന്നുള്ളതിൻ്റെ നേരെ എന്തുണ്ട്? നീല കളറുണ്ട്. അപ്പം ഇവിടെ 3 ജീവികളുടെ പേരും തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? വായിച്ച് നോക്കിക്കേ. കീരി, ആട്, പാമ്പ് അല്ലേ. ഇനി മക്കൾ വേറെ പേരുകളും കൂടെ ഇവിടേക്ക് എഴുതണം. ഞാനിവിടെ കുറച്ച് പേര് കൊടുക്കാം, കുറച്ച് ജീവികളുടെ പേര് കൊടുക്കാം. എന്തൊക്കെ കൊടുക്കാം നമുക്ക്? ആന കൊടുക്കാം, പിന്നെയോ അരണ കൊടുക്കാം, പിന്നെ മുയൽ കൊടുക്കാം, പിന്നെ പ്രാവ് എഴുതാം. ഇനി ഇതൊന്നും അല്ലാതെ മക്കൾക്ക് വേറെ ജീവികളുടെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നടക്കുന്നവയ്ക്ക് നേരെ നമ്മൾ ആ നടക്കുന്നവയ്ക്ക് നേരെയുള്ള ബോക്സിൽ മഞ്ഞ കളറ് കൊടുക്കുക. പറക്കുന്നവയ്ക്ക് നേരെയുള്ള ബോക്സിൽ ചുവപ്പ് കളറ് കൊടുക്കുക. ഇഴയുന്നവയ്ക്ക് നേരെയുള്ള ബോക്സിൽ നീല കളറ് കൊടുക്കുക. ആദ്യത്തെ ആള് കീരി എന്താ ചെയ്യുന്നത്? നടക്കുന്നവയാണ് അല്ലേ. അപ്പം നമുക്ക് മഞ്ഞ കളറ് കൊടുക്കാം. ആടോ? ആടും നടക്കുന്നവയാണ്, അതിനും നമുക്ക് മഞ്ഞ കളർ തന്നെ കൊടുക്കാം. പാമ്പ് എന്താണ്? നടക്കുന്നവയാണോ? അല്ലല്ലേ, ഇഴയുന്നവയാണ്, അപ്പം നമുക്ക് നീല കളറ് കൊടുക്കാം. ആനയും നടക്കുന്നവയാണ്, അപ്പം നമുക്ക് മഞ്ഞ കൊടുക്കാം. അരണ ഇഴയാണല്ലേ ചെയ്യാം, അപ്പം നമുക്ക് നീല കൊടുക്കാം. മുയലാണെങ്കിലോ? മുയൽ നടക്കുകയാണ്, അപ്പം നമുക്ക് മഞ്ഞ. പ്രാവിന് നമുക്ക് ചുവപ്പ് കൊടുക്കാം, പറക്കുന്നവയായതുകൊണ്ട്. അപ്പോൾ നല്ലപോലെ മക്കൾ ഒരു ബോക്സിൽ കളറ് കൊടുക്കുക കേട്ടോ. അവിടെ ഞാൻ ചെറിയൊരു ഡോട്ടായിട്ട് ഒരു കുത്തായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഇതിലൊന്നിനെ വരയ്ക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ചിത്രം വരയ്ക്കുക കേട്ടോ. പിന്നെയോ അടുത്തത് വായിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് വായിക്കാനുള്ളത്? മക്കളും വായിച്ച് നോക്കൂ കേട്ടോ. അലറലോടലറലാണാലയിൽ കാലികൾ. അടുത്തത് നാരകത്തിലെ മുത്ത്. നാരകം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചെറുനാരങ്ങ ഉണ്ടല്ലോ, പൂനാരങ്ങ, നമ്മൾ വെള്ളമൊക്കെ കലക്കുന്ന ആ ഒരു നാരങ്ങയ്ക്കാണ് നാരകം എന്ന് പറയുന്നത്. അപ്പം നാരകത്തിലെ മുത്താണ് ഇവിടെ പറയുന്നത്. ഇവിടെ 3 ആളുകൾ സംസാരിക്കുന്നതിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, സ്ഥലം കൊടുത്തിട്ടുണ്ട്. 3 ആളുകൾ സംസാരിക്കുന്നത് എഴുതാൻ. പക്ഷേ ചിത്രത്തിൽ എത്ര ആളാണ് ഉള്ളത്? 2 പേരാണല്ലേ ഉള്ളത്. നായക്കുട്ടിയുണ്ട്, അതുപോലെ തന്നെ കോഴിയുണ്ട്. ഇനി ആരാണ് അവിടെ കൊടുക്കേണ്ടത്? മക്കൾ ചിത്രം വരയ്ക്കണം കേട്ടോ. ഫസ്റ്റ് ആരെ വരയ്ക്കണം? താറാവിനെയാണ് വരയ്ക്കേണ്ടത്. താറാവ് എന്താ പറയുന്നത്? താറാവ് നാരകത്തിലേക്ക് നോക്കിയിട്ട് എന്താ പറയുന്നത്? അതാ മുത്ത്, ആ മുത്ത് എനിക്ക് വേണമെന്ന്. അപ്പം നായക്കുട്ടി എന്താ ചോദിക്കുന്നത്? എന്തിനാ മുത്ത്? അപ്പോൾ കോഴിയമ്മ പറയാണ്, അമ്മുക്കിടാവിന് പിറന്നാൾ സമ്മാനം നൽകാൻ. പിറന്നാൾ സമ്മാനം കൊടുക്കാനാണ് അവർ നാരകത്തിലെ മുത്ത് വേണമെന്ന് പറയുന്നത്. അടുത്തത് മുത്ത് തേടി. ഇവിടെ 3 പേര് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. പക്ഷെ 2 ആളുടെ ചിത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. മരക്കൊമ്പിൽ ആരാ ഉള്ളത്? മരക്കൊമ്പിൽ ഒരാൾ സംസാരിക്കുന്നതായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു തത്തയാണ് അവിടെ വേണ്ടത്. അപ്പം ടീച്ചർ പറയുന്നത് പോലെ ചിലപ്പോൾ വരയ്ക്കാനായിരിക്കും, ചിലപ്പോൾ ഒട്ടിക്കാനായിരിക്കും പറയുക. അപ്പോൾ ടീച്ചർ പറയുന്നത് പോലെ നിങ്ങൾ അവിടെ ഒരു തത്തയെ വരയ്ക്കുക കേട്ടോ. വരയ്ക്കുകയോ ഒട്ടിക്കുകയോ ചെയ്യാം. അപ്പോൾ തത്ത ചോദിക്കുകയാണ്. തത്ത കൊമ്പിലിരുന്ന് നോക്കിയിട്ട് മുത്ത് കാണുന്നില്ല. അപ്പോൾ തത്ത എന്താണ് ചോദിക്കുന്നത്? എവിടെ മുത്ത്? എവിടെ മുത്ത് അല്ലേ, എവിടെ ചോദിക്കുകയാണ്, മുത്ത് എവിടെയെന്ന്. അപ്പോൾ താറാവ് പറയും, അതാ ആ മരക്കൊമ്പിൽ അല്ലേ, ആ മരക്കൊമ്പിലുണ്ട് എന്ന്. അപ്പോൾ ആട് നോക്കുകയാണ്. ആട് നോക്കിയിട്ടും ആട് കാണുന്നില്ല. അപ്പോൾ ആടെന്താ ചോദിക്കുന്നത്? അവിടെ ഒരു ചോദ്യചിഹ്നം ഉണ്ട് അല്ലേ. ആടെന്താ ചോദിക്കുന്നത്? കൊമ്പിൽ എവിടെ അല്ലേ, എവിടെ. അങ്ങനെ നായക്കുട്ടി നോക്കിയപ്പോൾ കണ്ടു കേട്ടോ. നായക്കുട്ടി പറയാണ് അറ്റത്ത്, അതാ അറ്റത്ത് എന്ന്. അപ്പോൾ പൂച്ച ചോദിക്കുകയാണ് അറ്റത്ത് എവിടെ? പൂച്ച നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ കോഴിയമ്മ നോക്കിയപ്പോൾ കണ്ടുപിടിച്ചു. കോഴിയമ്മ പറയാണ് ദാ ആ ഇലയുടെ അടിയിൽ അല്ലേ, ആ ഇലയുടെ അടിയിലാണ് മുത്തുള്ളത് എന്ന്.
അങ്ങനെ എല്ലാവരും മുത്ത് കണ്ടുപിടിച്ചു. പക്ഷെ ആരാ ഇത് പറിക്കുക? അങ്ങനെ അവസാനം എല്ലാവരും കൂടെ പൂച്ചക്കുട്ടിയെ സെലക്ട് ചെയ്തു. അങ്ങനെ പൂച്ച നാരകത്തിൽ കയറിയ സമയത്ത് പൂച്ചയ്ക്ക് മുള്ളുകൊണ്ടു വേദനിച്ചു. കാലിടറിയില്ലേ, മരത്തിൽ നിന്ന് കാലിടറി കുഞ്ഞിപ്പൂച്ച താഴെ വീണു. അപ്പം നായക്കുട്ടി ചോദിക്കുകയാണ്, ഇനി എങ്ങനെ പറിക്കും? ഇനി എങ്ങനെയാണല്ലേ, ആരാണ് പറിക്കുക? അങ്ങനെ എല്ലാവരും കൂടെ ആലോചിച്ചിട്ടൊരു സൂത്രം കണ്ടുപിടിച്ചു. മേലെ ഒരാളുടെ മേലെ അടുത്ത ആൾ നിന്ന് ഉയർന്നുയർന്ന് പോയിട്ട് നമുക്ക് ആ മുത്ത് പറിക്കാം എന്നുള്ളതാണ് അവരുടെ സൂത്രം. അപ്പം ഏറ്റവും അടിയിൽ ആരാണ് നിൽക്കുന്നത്? ആട് നിന്നു. ആടിന് മുകളിൽ നായ നിന്നു. നായയ്ക്ക് മുകളിൽ കോഴി നിന്നു. കോഴിക്ക് മുകളിൽ താറാവ് നിന്നു. എങ്ങനെയാ നിന്നത്? എല്ലാവരും കൂടെ നിന്നതാണോ? അല്ല അല്ലേ, ഓരോരുത്തരായി കയറി മേലെ കയറി. പക്ഷെ ഒരാൾ മാത്രം കയറിയില്ല. ആരാണ്? കൊച്ചുപൂച്ച കയറിയില്ല. അടുത്തത് ചിരിയോ ചിരി. ചിത്രത്തിൽ കാണുന്നത് നോക്കിക്കേ. കീരി വന്നു. ആരാണ് ചാടിയത്? നായ ചാടി. നായയുടെ മുകളിൽ ആരായിരുന്നുണ്ടായിരുന്നത്? കോഴിയില്ലേ, കോഴി വീണു. കോഴി കരഞ്ഞു. കോഴി വീണപ്പോൾ വേദനിച്ച് കരഞ്ഞു. കോഴി വീണപ്പോൾ പിന്നെ കൂട്ടത്തിൽ ആര് വീഴും? താറാവ് വീണു. അപ്പോൾ താറാവ് കരഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരാൾ ചിരിക്കുന്നുണ്ടാവും. ആരാണ് ഇതിൽ മുകളിൽ കയറാത്ത ആളല്ലേ? കൊച്ചുപൂച്ച ചിരിച്ചു. അടുത്തത് പിറന്നാൾ സമ്മാനം. അപ്പോൾ അമ്മുക്കിടാവിനെ കണ്ടോ? അമ്മുക്കിടാവിനാണല്ലേ പിറന്നാൾ സമ്മാനം. അപ്പോൾ ആരാണ് ആ നാരകത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നത്? പൂമ്പാറ്റയാണല്ലേ. എങ്ങനെയുള്ള പൂമ്പാറ്റയാണ്? ചേലുള്ള പൂമ്പാറ്റ. ചേലുള്ള പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ. പൂമ്പാറ്റ എന്ത് ചെയ്തു? പൂമ്പാറ്റ അമ്മുക്കിടാവിന് മുത്തം നൽകി. എല്ലാവർക്കും എന്താവും? ദുഃഖമാണോ വിഷമാണോ ആവുക? അല്ലല്ലേ, എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു പിറന്നാൾ സമ്മാനം കൊള്ളാം അല്ലേ. അപ്പോൾ പിറന്നാൾ സമ്മാനം എന്താണ്? മുത്തല്ല, മുത്തമാണ് എന്ന് നായക്കുട്ടി പറയാണ് അല്ലേ. അടുത്തത് ചിത്രത്തിലേക്ക് നോക്കിക്കേ. പശുവിനോട് കർഷകൻ എന്തായിരിക്കും പറഞ്ഞത്? അപ്പോൾ ഓരോ ചിത്രം നോക്കിയിട്ട് വേണം എഴുതാൻ. ഒന്നാമത്തെ ചിത്രത്തിൽ എന്തായിരിക്കും പശുവിനോട് കർഷകൻ ചോദിച്ചിട്ടുണ്ടാവുക? പശു, നിനക്ക് വിശക്കുന്നോ? തീറ്റ തരാം എന്നായിരിക്കൂലേ പറഞ്ഞിട്ടുണ്ടാവുക. അടുത്ത ചിത്രം എന്താണ്? പശുവിനെ കുളിപ്പിക്കുന്നതാണ്. അപ്പോൾ പശു ആണല്ലേ പറയേണ്ടത്. പശു എന്തായിരിക്കും പറയുന്നത്? നന്നായി കുളിപ്പിക്കണേ അല്ലേ, നന്നായിട്ട് കുളിപ്പിക്കണേ എന്നായിരിക്കും പറയാ. അടുത്ത ചിത്രം എന്താണ്? പശുവിന് കാടി കൊടുക്കുന്നതാണ് അല്ലേ. പശുവിന് വെള്ളം കൊടുക്കുക എന്ന് പറയൂല കേട്ടോ, പശുവിന് കാടി കൊടുക്കുക എന്നാ പറയാ. അപ്പോൾ എന്തായിരിക്കും കർഷകൻ പറയുന്നത്? പശു കാടി നന്നായി കുടിച്ചോളൂ. അടുത്ത ചിത്രത്തിൽ എന്താണ്? പാല് കറക്കുന്നതാണ് അല്ലേ. അപ്പോൾ പശു എന്താ കർഷകനോട് പറയാ? പാല് മൊത്തം തീർക്കല്ലേ, കുട്ടിക്കും വെക്കണേ. ഇനി അവസാന പ്രവർത്തനം എന്താണ്? വിരൽ ചിത്രങ്ങളാണ്. അപ്പോൾ പാഠപുസ്തകത്തിൽ ഒരുപാട് വിരൽ ചിത്രങ്ങൾ മക്കൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കാണിക്കേ. അപ്പോൾ ഇതെല്ലാം വിരൽ ചിത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി വരച്ചതാണ് ഇതെല്ലാം. അപ്പോൾ ഇതുപോലെ മക്കളും വരയ്ക്കാം. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്തുള്ളത്. അപ്പോൾ ഈ പാഠഭാഗം മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി ക്ലാസ്സുകളൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.